ഗൾഫ് മേഖലയിൽ നിലനിൽക്കുന്ന യുദ്ധ സാഹചര്യത്തിൽ തങ്ങൾ യാതൊരു വിധത്തിലും നേരിട്ട് പങ്കാളികളാകില്ലെന്ന് UAE വ്യക്തമാക്കി. ഇക്കാര്യത്തിൽ ആർക്കും സംശയം വേണ്ടെന്നും UAE യുദ്ധത്തിലേക്ക് വലിച്ചിഴക്കപ്പെടുന്നു എന്ന തരത്തിൽ പ്രചരിക്കുന്ന അഭ്യൂഹങ്ങൾ തെറ്റാണെന്നും രാജ്യം ഔദ്യോഗികമായി വ്യക്തമാക്കി. അതേസമയം ഞായറാഴ്ചയും ഗൾഫ് രാജ്യങ്ങൾക്ക് നേരെ ആക്രമണ ശ്രമങ്ങൾ നടന്നു. ദുബായ് ബ്യൂറോയുടെ റിപ്പോർട്ടിലേക്ക്. UAEക്ക് നേരെയുള്ള വെല്ലുവിളികളെ പ്രതിരോധിക്കുന്നതിൽ മാത്രമാണ് രാജ്യം ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതെന്ന് UAE വ്യക്തമാക്കി. സമാധാനപരമായ അന്തരീക്ഷമാണ് രാജ്യം ആഗ്രഹിക്കുന്നത്. അതിനാൽ നിലവിലെ സംഘർഷങ്ങളിലേക്ക് നേരിട്ട് ഇടപെടാനോ സൈനിക നീക്കങ്ങളുടെ ഭാഗമാകാനോ UAEക്ക് താൽപ്പര്യമില്ലെന്ന് നയം വ്യക്തമാക്കി. നയതന്ത്ര ചർച്ചകളിലൂടെ പ്രശ്നപരിഹാരം കണ്ടെത്തണമെന്ന നിലപാടിലാണ് UAE ഉറച്ചുനിൽക്കുന്നത്. മേഖലയിലെ സമാധാനമാണ് UAE ആഗ്രഹിക്കുന്നതെന്നും രാജ്യം പ്രസ്താവനയിൽ വ്യക്തമാക്കുന്നു. പശ്ചിമേഷ്യൻ സംഘർഷത്തിൽ UAE കൂടി നേരിട്ട് പങ്കാളിയാകുമെന്ന അഭ്യൂഹങ്ങളിൽ വ്യക്തത വരുത്തിയാണ് യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ് ഈ നിലപാട് അറിയിച്ചത്. ഗൾഫ് മേഖലയിൽ നിലനിൽക്കുന്ന യുദ്ധ സാഹചര്യത്തിൽ തങ്ങൾ യാതൊരു വിധത്തിലും നേരിട്ട് പങ്കാളി ആകില്ലെന്നും UAE വ്യക്തമാക്കി. ഇത്തരത്തിൽ പ്രചരിക്കുന്ന അഭ്യൂഹങ്ങൾ വസ്തുത അല്ലെന്നും UAE ആവർത്തിച്ചു പറഞ്ഞു. അതേസമയം നിലവിലെ സംഘർഷങ്ങൾക്ക് അയവ് വരുത്തുന്ന സുപ്രധാന നീക്കം കൂടിയായി ഈ പ്രസ്താവനയെ ലോകരാജ്യങ്ങൾ വിലയിരുത്തുന്നു. എൽവിസ് ചുമാർ, ജയ്ഹിന്ദ് ന്യൂസ്, ദുബായ്. One anchor every week, 20 years, 1,000 episodes on one TV channel. Middle East This Week, an Elvis Chumar TV show. Exclusively on Jayhind TV. Stay tuned for the 1,000 countdown.